ഹലോ മൈ ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലിക്യു മോളിൻ്റെ ഒരു ഫ്യൂൽ സിസ്റ്റം ക്ലീനർ കിടപ്പുണ്ട്. ഇത് നമ്മുടെ ഇഞ്ചക്ടർ അതുപോലുള്ള സ്ഥലത്ത് കാർബൺ ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിനെക്കുറിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് വായിക്കുക. ഓക്കെ, ഇത് ഫിക്സഡ് ഫോക്കസ് ക്യാമറ ആയതുകൊണ്ട് എത്രത്തോളം ഇതിൽ കാണുന്ന എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ പക്ഷെ പതുക്കെ തിരിക്കാം. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സംഭവം നമ്മുടെ ടാങ്കിൽ, നമ്മുടെ വണ്ടിയുടെ ടാങ്ക് കണ്ടോ, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ അകത്ത്, വണ്ടിയുടെ അകത്തുള്ള ഫ്യൂൾ സിസ്റ്റം, അതായത് ഇഞ്ചക്ടർ അങ്ങനെ ഉള്ള ആ ഒരു ലൈനിലുള്ള കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആവുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇതുമൂലം നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പുള്ളിങ് കുറച്ചുകൂടെ കൂടുമെന്നാണ് പറയുന്നത്. എല്ലാ വാഹനങ്ങളിലും കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചക്ടർ ഉണ്ടല്ലോ, ഇഞ്ചക്ടറിൻ്റെ അകത്ത് ഈ കാർബൺ ഡെപ്പോസിറ്റ് കയറി സ്റ്റക്കായി നിന്നതിന് ശേഷം ഈ പ്രോപ്പർ സ്പ്രേയിങ് കിട്ടാതെ വരും. ഞാൻ എല്ലാ വാഹനങ്ങളും എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ അല്ല, F1 എല്ലാ വാഹനങ്ങളിലും ഈ സ്പ്രേയിങ് പ്രോപ്പർ അല്ലാതാവും. അപ്പോൾ കൂടുതൽ ഫ്യൂവൽ അടിച്ച് കയറ്റാറുണ്ട്. ഇപ്പോഴത്തെ മിക്ക വണ്ടികളിലും ഈ O2 സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു O2 സെൻസർ വരുന്നുണ്ട്, സൈലൻസറിൻ്റെ. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാറുണ്ട് O2 സെൻസർ. അതുമൂലം പവർ ലോസ് വരും. ഈ സാധനം ഒഴിക്കുന്നത് കൊണ്ട് അതൊക്കെ സോൾവ് ആവും എന്നാണ് പറയുന്നത്. ബേസിക്കലി തിയററ്റിക്കലിയും നമ്മൾ ലോജിക്കലിയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അത് കറക്റ്റാട്ടോ. ഈ സാധനം ഒഴിക്കുന്നതുകൊണ്ട് സ്പ്രേയിങ് പ്രോപ്പറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ പോലും സോൾവ് ആവും. പിന്നെ ഈ സാധനം എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 80 മില്ലിയാണ്. 80 മില്ലി 5 ലിറ്റേഴ്സ് ടു 10 ലിറ്റേഴ്സ് ഫ്യൂവൽ നമുക്ക് ഫ്യൂൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കണ്ടോ, ഇതിൻ്റെ അകത്ത് 12 ലിറ്റേഴ്സാണ് ടാങ്ക്. ഓക്കെ, 12 ലിറ്റേഴ്സ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ അടിച്ചാലും ഇതിൻ്റെ അകത്തൊരു 3 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ ഫ്യൂവൽ ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. എങ്ങനെ അടിച്ചാലും അത്യാവശ്യം നല്ല രീതിക്ക് ഒരു 6 ലിറ്റർ ഞാൻ എക്സ്ട്രാ, 6-7 ലിറ്റർ എക്സ്ട്രാ അടിച്ച് വെക്കുക. അതിന് ശേഷം ഈ സാധനങ്ങളുടെ അടുത്ത് ഒഴിക്കുക. ഇത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ആ ഒഴിക്കുന്ന വീഡിയോ കൂടി കണ്ടിട്ട് വരെ. $750. എന്തായാലും ഞാനുണ്ടല്ലോ, ഒഴിച്ചിട്ട് ആണ് ഈ ഇൻട്രോ എല്ലാം എടുത്തിട്ടുള്ളത്. അത് ഒരു കാര്യം മനസ്സിലാക്കണേ. എനിക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയുടെ ആ ഒരു മൈലേജ് ഒരല്പം കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, പക്ഷേ വണ്ടിയുടെ മൈലേജ് ഒരല്പം കൂടുതലുള്ളതുപോലെയും, പിന്നെ വണ്ടി അത്യാവശ്യം നമ്മൾ കൈ കൊടുക്കുമ്പോൾ നേരത്തെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ആ ഒരു ലാഗിൻ്റെ ഇതെല്ലാം കുറച്ചൊന്ന് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നുമില്ല, പക്ഷേ മൈലേജ് അത്യാവശ്യം ഇമ്പ്രൂവ് ആയതുപോലെ ഉള്ള ഒരു ഫീൽ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ മാറിയാണെന്നൊന്നും അറിയില്ല. പക്ഷേ കഴിഞ്ഞ റൈഡിൽ നമ്മൾ പോയ സമയത്തായിരുന്നു ഈ സാധനം എടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല ഫീഡ്ബാക്ക് തന്നെയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇനിയിപ്പോൾ വേറെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ, ഇതെൻ്റെ എക്സ്പീരിയൻസ് അല്ലാതെ ബാക്കിയുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിനെല്ലാം അഴിച്ച്
ഒരു ലാബ് ടെസ്റ്റ് പോലെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലും ഇത് ബെറ്റർ എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയുടെ മൈലേജ് ഒരല്പം കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ തന്നെ നമ്മുടെ പവർ ഉണ്ടല്ലോ, പവർ നമ്മൾ ത്രോട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ചങ്ങോട്ട് കയറി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുമാണ് ഇപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല, മോട്ടൂളിൻ്റെ അങ്ങനത്തെ ഒരുപാട് കമ്പനിയുണ്ട്. യമഹയുടെ യമാലൂബ് ഇവരൊക്കെ ഈ സാധനം ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞിട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാധനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എബോവ് 50K കിലോമീറ്റർ, 15,000 കിലോമീറ്ററിൻ്റെ മേലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറയുന്നത് ഓൾമോസ്റ്റ് 3-4 സർവീസിൻ്റെ ഇടയിലാണ് ഇത് യൂസ് ചെയ്യാൻ പറയുന്നത്. സോ ബേസിക്കലി എന്തോ. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.